Dear students, welcome back to Social Science class. In last class, we discussed about the fundamental rights. Okay, now we discuss about the two topics. First one, directive principle. Second one, fundamental duties. In first class, we studied that the fundamental the fundamental rights, the fundamental duties, and directive principles are the integral part of our constitution. Okay, in the class we discuss about the importance of a directive principles and fundamental duties. Okay, what is directive principles? The directive principles included in the fourth part of our constitution. Okay, which part? Fourth part of our constitution. Okay, നമ്മളുടെ എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫോർത്ത് പാർട്ടിലാണ് എന്ത് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉള്ളത്. ഓക്കെ, വാട്ട് ഈസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ? ഇനി എന്ത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആ നെയിം പോലെ തന്നെ എന്താണ്? This is such directions to the government by our constitution. ഗവൺമെന്റിനുള്ള എന്താണ് കുറച്ച് ഡയറക്ഷൻസ് ആണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന ഭാഗത്ത് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ ദ ഡയറക്ഷൻസ് ടു ദി ഗവൺമെന്റ് ഇൻ ദി ഫീൽഡ് ഓഫ് ഫോർമുലേറ്റിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് പോളിസീസ്. സി, നമുക്കറിയാം സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റ് എന്താണ് നമ്മളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട്, സിറ്റിസൺസിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് ധാരാളം പ്രോഗ്രാംസും പോളിസീസും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനുമായിട്ട് അനുബന്ധിച്ച ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് പോളിസി ഇംപ്ലിമെന്റേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് കുറച്ച് ഡയറക്ഷൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് ഗവൺമെന്റിന് കൊടുക്കുന്ന കുറച്ച് ഡയറക്ഷൻസ്, നിർദ്ദേശങ്ങളെയാണ് എന്തെന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അഗൈൻ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ ദ സച്ച് ഡയറക്ഷൻസ് ടു ദി ഗവൺമെന്റ് ബൈ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി ഫീൽഡ് ഓഫ് പോളിസി ഇംപ്ലിമെന്റേഷൻ. ഓക്കെ, നമ്മളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ധാരാളം പ്രോഗ്രാംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? അതുമായിട്ടുള്ള ഈ പോളിസി ഇംപ്ലിമെന്റേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഗവൺമെന്റിന് കുറച്ച് നിർദ്ദേശങ്ങൾ ആര് കൊടുക്കുന്നുണ്ട്? നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്. സോ ആ നിർദ്ദേശങ്ങളെ, ആ ഡയറക്റ്റീവ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി ഫോർത്ത് പാർട്ട് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. സി സ്റ്റുഡൻസ്, ഇനി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് helpful for the creation of a welfare state. Okay, directive principles helpful for the creation of a welfare state. ഒരു വെൽഫെയർ സ്റ്റേറ്റിന്റെ ക്രിയേഷനെ എന്ത് സഹായിക്കുന്നുണ്ട്? നമ്മളുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? വാട്ട് ഇസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്? അപ്പൊ എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് എന്താണ് ഓർത്താ മതി. എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്? It is some directions to the government about the policy implementation, welfare policies, policy introduction. Okay, എന്താണ് വെൽഫെയർ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെൽഫെയർ പോളിസീസ് ഇംപ്ലിമെന്റേഷനുമായി ബന്ധപ്പെട്ടിട്ട് സ്റ്റേറ്റിന് കൊടുക്കുന്ന കുറച്ച് ഡയറക്ഷൻസ് ആണ്. ഓക്കെ, ഈ ഡയറക്ഷൻസ് എന്തിനു സഹായിക്കും? ഒരു വെൽഫെയർ സ്റ്റേറ്റിന്റെ ക്രിയേഷന് സഹായിക്കും. ഓക്കെ, സോ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ helpful for the creation of a welfare state. Second one, certain fundamental rights which were impossible to include in the fundamental rights are also included in the directive principles. See, fundamental rights include ചെയ്യപ്പെടാൻ പറ്റാത്ത ചില ഫണ്ടമെന്റൽ റൈറ്റ്സിനെ നമ്മൾ എവിടെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ഒരു സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആണ്. സം ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, തേർഡ് വൺ, there is no provision to approach the court for the enforcement of the directive principles. See, ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു, if any fundamental rights is violated, we have right to
അപ്രോച്ച് ദ കോർട്ട് അല്ലെ? ഏതെങ്കിലും ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണ് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ നമുക്ക് എന്താണ് കോർട്ടിനെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു എന്താണ് റൈറ്റ് ഉണ്ട്. പക്ഷെ ഇവിടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ കേസിൽ എന്താണ് അങ്ങനെയുള്ള ഒരു അപ്രോച്ച്, അങ്ങനെയുള്ള എന്താണ് ഒരു പ്രിവിലേജ് നമ്മൾക്ക് തരുന്നില്ല. നമ്മളുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് വയലേറ്റ് ആയാൽ നമുക്ക് എന്താണ് ഗവൺമെന്റിന്റെ ക്ഷേമ പദ്ധതികൾ, വെൽഫെയർ മെഷേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആരെയും പോവാൻ പറ്റില്ല, കോർട്ടിൽ പോയിട്ട് എന്താണ് കേസ് കൊടുക്കാനൊന്നും പറ്റില്ല. ഇതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, several ideas of the father of our nation, Mahatma Gandhi, have been included in the directive principles. Okay, see some ideas of our father of nation, Mahatma Gandhi, included in the directive principles. നമ്മളുടെ ഫാദർ ഓഫ് നേഷന്റെ സം ഐഡിയാസ് എവിടെ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ഒരു പാർട്ടാണ്. ഓക്കെ, ഏതൊക്കെയാണ് മഹാത്മാഗാന്ധിയുടെ ഐഡിയാസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ ഐഡിയാസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഓർഗനൈസേഷൻ ഓഫ് എ ഗ്രാമപഞ്ചായത്ത്. സെക്കൻഡ് വൺ, പ്രൊമോഷൻ ഓഫ് എ കോട്ടേജ് ഇൻഡസ്ട്രീസ്. കോട്ടേജ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാല് ചെറുകിട വ്യവസായം അല്ലെങ്കിൽ കുടിൽ വ്യവസായമാണ്. നമ്മൾ എന്താണ് ഹൗസിൽ വെച്ചിട്ട് ചെറിയ തോതിൽ എന്താണ് ബേക്കറി ഒക്കെ ഉണ്ടാക്കി വിൽക്കും, അതേപോലെ എന്താണ് കയർ ഉണ്ടാക്കും, അങ്ങനെയുള്ളതൊക്കെ എന്താണ് നമുക്ക് കോട്ടേജ് ഇൻഡസ്ട്രിയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇത് എവിടെയുണ്ട്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലുണ്ട്. ഈ ഒരു ഐഡിയ എന്ന് പറയുന്നത് നമ്മുടെ ഫാദർ ഓഫ് നേഷനെയാണ്. തേർഡ് വൺ, പ്രൊഹിബിഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് സബ്സ്റ്റാൻസസ് എന്ന് പറയുന്നത് ലഹരിയാണ് അല്ലെ? പ്രൊഹിബിഷൻ ഓഫ് എ ഡ്രഗ്സ് ആണ് എന്ത് ഗാന്ധിജിയുടെ തേർഡ് ഐഡിയ. എവിടെ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഐഡിയ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ള തേർഡ് ഐഡിയ എന്ന് പറയുന്നത്. സ്റ്റുഡൻസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇവിടെ എന്താണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡിസ്കസ് ചെയ്തു. ഇപ്പൊ എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും. ഓക്കെ, ഈ ഫണ്ടമെന്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ? എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? there is a indivisible relationship between fundamental rights and directive principles. Okay, directive principles-ഉം ഫണ്ടമെന്റൽ റൈറ്റ്സും തമ്മിൽ എന്താണ് ഒരു ഇൻഡിവിസിബിൾ റിലേഷൻഷിപ്പ് ഉണ്ട്. ഒരിക്കലും വേർതിരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. If there is no fundamental rights, there is no directive principles. Without directive principles, there is no fundamental rights. Okay, ഇനി എന്താണ് ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് നമുക്ക് നോക്കാം. Directive principles are to be implemented for the realization of the fundamental rights in its full sense. സ്റ്റുഡൻസ്, എന്താ പറഞ്ഞിട്ടുള്ളത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്തിനു വേണ്ടിയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? For the realization of a fundamental rights in its full sense. എന്തിനു വേണ്ടിയിട്ടാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? നമ്മളുടെ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, അവകാശങ്ങൾ, റൈറ്റ്സ് എന്താണ് ഫുൾ സെൻസിൽ പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ, എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് വേണം. ഓക്കെ, ഗവൺമെന്റ് വെൽഫെയർ എന്താണ് പോളിസീസ്, പ്രോഗ്രാംസ് ഒക്കെ നമ്മുടെ നാട്ടിൽ വേണം. എന്നാലാണ് നമുക്ക് എന്ത് എൻജോയ് ചെയ്യാൻ പറ്റുക? ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ഡ്യൂട്ടീസ് ഉണ്ട്. ഒരു ഫാമിലിയിൽ നമ്മളൊക്കെ എന്തൊക്കെ ഡ്യൂട്ടീസ് ഉണ്ട്? ആസ് എ ഡോട്ടർ, ആസ് എ സൺ, നിങ്ങൾ എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് നിങ്ങളുടെ ഫാമിലിയിൽ വഹിക്കുന്നത്? പാരന്റ്സിനെ കെയർ ചെയ്യുക, അത് എന്താണ് നമ്മുടെ മേജർ ഡ്യൂട്ടിയാണ് അല്ലെ? അതുപോലെ തന്നെ എന്താണ് ആസ് എ ഇന്ത്യൻ സിറ്റിസൺ വി ഹാവ് സം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. വി ഹാവ് സം ഡ്യൂട്ടീസ് ഫോർ അവർ സ്റ്റേറ്റ് അല്ലെ? നമ്മളെ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് എന്തുണ്ട്? നമുക്ക് കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്, നമുക്ക് കുറച്ച് കടമകളുണ്ട്. ഫാമിലിയിൽ നമുക്ക് ധാരാളം കടമകളുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സൊസൈറ്റിയോട്, നമ്മളുടെ നേഷനോട് നമുക്ക് എന്താണ് കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്. ഓക്കെ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്താണെന്ന് നമുക്ക് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി ഫോർത്ത് പാർട്ട് ഓഫ് എ ഓവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ഫോർത്ത് പാർട്ട്
ഫോർത്ത് എ പാർട്ട് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്താണ് ഫോർത്ത് പാർട്ടിലാണ്. ഇവിടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്താണ് ഫോർത്ത് എ പാർട്ടിലാണ് വരുന്നത്. Okay, certain duties are to be performed by a citizens towards the state to protect the unity and integrity of a nation. These duties are known as fundamental duties. Okay, ഒരു നേഷന്റെ എന്താണ് യൂണിറ്റിയും ഇന്റഗ്രിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ വ്യക്തികൾക്ക് എന്തുണ്ട്, ഓരോ വ്യക്തികളും കുറച്ച് ഡ്യൂട്ടീസ് പെർഫോം ചെയ്യണം. We have some duties. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. വൺസ് അഗെയിൻ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ പെർഫോംഡ് ബൈ എ സിറ്റിസൺ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർക്കാണുള്ളത്, സിറ്റിസൺസ് എന്നാണ് അല്ലെ. ഇന്ത്യയിലുള്ള എല്ലാ പൗരന്മാർക്കുള്ളതാണ് എന്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ പെർഫോംഡ് ബൈ എ സിറ്റിസൺ ടുവാർഡ്സ് ദി സ്റ്റേറ്റ്. ആരോട് വേണ്ടി, ആർക്കോടാണ് നമുക്ക് കടമ നിറവേറ്റാനുള്ളത്, നമ്മുടെ സ്റ്റേറ്റിനോട്. ടുവാർഡ്സ് ദ സ്റ്റേറ്റ് ടു പ്രൊട്ടക്ട് ദ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് എ നേഷൻ. അല്ലെ, എന്തിനു വേണ്ടിയിട്ടാണ്, ടു പ്രൊട്ടക്ട് ദ ഇന്റഗ്രിറ്റി ആൻഡ് യൂണിറ്റി. യൂണിറ്റിയും ഇന്റഗ്രിറ്റിയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സിറ്റിസൺസിനും എന്താണ് കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്, സ്റ്റേറ്റിനോട് കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്. ഈ ഡ്യൂട്ടീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 49 ഒരു ചെക്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നതാണോ എന്നുള്ളത് എന്താണ് നിങ്ങൾ ടിക്കിട്ട് പോവുക. അതെല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യാം, ഇപ്പോൾ തന്നെ ചെയ്യാം. ആ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വായിച്ചു നോക്കിയിട്ട്. ഓക്കെ ഓക്കെ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? എന്താ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഒന്നെന്താണ്, നമ്മളെ എൻജോയ് ചെയ്യുന്ന ഫ്രീഡം ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അറ്റ് ദി സെയിം ടൈം വി ഹാവ് സം ഡ്യൂട്ടീസ് ടുവാർഡ്സ് ദി സ്റ്റേറ്റ്. അല്ലെ, ഇവിടെ എന്തുണ്ടോ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടോ, അവിടെ എന്തുണ്ടായിരിക്കും, നമുക്ക് എന്തുണ്ടായിരിക്കും, ഡ്യൂട്ടീസും ഉണ്ടായിരിക്കും. ഓക്കെ, നിങ്ങളുടെ പേരൻസ് നിങ്ങളതിനെ കെയർ ചെയ്യുന്നു, വളർത്തുന്നു, അവിടെ എന്താണ് അത് നിങ്ങളുടെ റൈറ്റിൽ പെടും. അല്ലെ, ഒരു എന്താണ് പ്രൊട്ടക്ട് കിട്ടുക എന്നുള്ള നിങ്ങളുടെ റൈറ്റ് ആണ്. അറ്റ് ദി സെയിം ടൈം അവിടെ എന്താണ് പേരൻസിന്റെ കേസിൽ നമ്മളെ ഡ്യൂട്ടി എന്താണ്, അവർക്ക് പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക, കെയർ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് നമുക്ക് 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് തരുന്നുണ്ട്. റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, അങ്ങനെ ധാരാളം ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, അറ്റ് ദി സെയിം ടൈം നമ്മൾ എന്ത് കൊടുക്കണം നമ്മളുടെ സ്ട്രീറ്റ്സിന്, നമ്മളെ സ്ട്രീറ്റിന് കുറച്ച് എന്താണ് ഡ്യൂട്ടീസ് എന്താണ് ചെയ്തു കൊടുക്കണം. നമ്മളെ കുറച്ച് ഡ്യൂട്ടീസ് ചെയ്തു കൊടുക്കണം. ഓക്കെ, അത് എന്തിനു വേണ്ടിയിട്ട് ഈ ഡ്യൂട്ടീസ് നമ്മൾ ചെയ്യുന്നത്, ടു പ്രൊട്ടക്ട് ദ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് അവർ നേഷൻ. നമ്മളുടെ എന്താണ് നേഷന്റെ യൂണിറ്റിയും ഇന്റഗ്രിറ്റിയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്. ഓക്കെ, നമ്മളുടെ നേഷനിൽ നിന്നുകൊണ്ട് നമ്മളുടെ നേഷന്റെ യൂണിറ്റി അല്ലെങ്കിൽ എന്താണ് ഡെവലപ്മെന്റിന്, പ്രൊട്ടക്ഷന് എതിരായിട്ട് നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് നമ്മളുടെ ഡ്യൂട്ടിയാണ്. അത് നമ്മളുടെ ഡ്യൂട്ടി വയലേറ്റ് ചെയ്യാണ്. നമ്മളുടെ എന്താണ് നേഷനെ നമ്മൾക്ക് ആകുന്ന വിധം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക, നമ്മൾ അതിനെന്താണ് കെയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എൻവിയോൺമെന്റ് എന്താണ് പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മളുടെ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്. അത് എത്ര പേര് ഫോളോ ചെയ്യുന്നുണ്ട്? അതേപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, നല്ല ഈ എടക്കൽ ഗുഹയിലൊക്കെ പോയാൽ എന്താണ് മൊത്തം അവിടെ എന്താണ് കുത്തി വരവാണ് അല്ലെ, ആകെ കോറി ഇട്ടിട്ടുണ്ടായിരിക്കും, പേര് എഴുതിയിട്ടൊക്കെ എന്താണ് വിട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അതൊക്കെ നമ്മൾ ചെയ്യുന്ന എന്താണ്, അതൊക്കെ നമ്മളുടെ ഡ്യൂട്ടി നമ്മൾ വയലേറ്റ് ചെയ്യാണ്. നമ്മളുടെ ഡ്യൂട്ടി എന്താണ്, ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് എന്താണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ, കെയർ ചെയ്യാൻ എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ ഡ്യൂട്ടീസ്, നമ്മളുടെ സൊസൈറ്റിയോടുള്ള, നമ്മുടെ നേഷനോടുള്ള ഡ്യൂട്ടീസ് എന്താണ് നന്നായിട്ട് ഫോളോ ചെയ്യുക, നന്നായിട്ട് എന്താണ് അത് കീപ്പ് ചെയ്ത് പോവാം. നമുക്ക് റൈറ്റ്സ് ഉണ്ട്, അതിന് പകരമായിട്ട് നമ്മൾ എന്ത് കൊടുക്കണം, ആ ഡ്യൂട്ടീസ്, നമ്മളുടെ കടമകള്, സ്റ്റേറ്റിനോടുള്ള നമ്മളെ ഡ്യൂട്ടീസ് നമ്മൾ എന്താണ് നിർവഹിക്കുക, ഫോളോ ചെയ്യാം. ഓക്കെ, നമുക്ക് എന്താണ് ചുരുക്കത്തിൽ ഷോർട്ട്ലി നമുക്ക് എന്ത് പറയാം, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ ദ 2 sides of 1 coin. അല്ലേ?
ഒരു കോയിന്റെ ഇരുവശമാണ് എന്ത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഫണ്ടമെന്റൽ റൈറ്റ്സും. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എവിടെയുണ്ടോ ദേ ഹാവ് സം ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലേ? എവിടെയാണ് നമുക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉള്ളത് അവിടെ സം ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് കിട്ടും. ഫണ്ടമെന്റൽ റൈറ്റ്സ് എവിടെയാണോ വി ഹാവ് സം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഓക്കെ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും ഫണ്ടമെന്റൽ റൈറ്റ്സും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.